കുടുംബശ്രീ ട്രെയിനേഴ്സിനും അതുപോലെ തന്നെ അധ്യാപകർക്കും ഒക്കെ നൽകിയ ട്രെയിനിങ്ങിലൊക്കെ ഏറ്റവും കൂടുതൽ ശ്രദ്ധയൂന്നിയിട്ടുള്ളത് ഈ വിഷയങ്ങളിൽ തന്നെയാണ്. അതിൽ ഞങ്ങൾ സർക്കാരിന് സമർപ്പിച്ചിട്ടുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ ഈ വിഷയത്തെ അടിസ്ഥാനമാക്കി തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വളരെ ഗൗരവത്തോടെ സമീപിക്കേണ്ട ഒരു വിഷയമാണ്. കുട്ടികളെ നമ്മൾ വളരെ ചെറിയ പ്രായത്തിലെ അവരുടെ ജീവിത രീതിയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ ഇത് തുടക്കം കുറിക്കണം. അത് മുതിർന്ന് ഈ കുട്ടി സ്വഭാവ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പിന്നീട് പരിഹരിക്കുക എന്ന് പറയുന്നത് കുറച്ചുകൂടെ വലിയ ടാസ്ക് അല്ലേ. ചെറിയ പ്രായത്തിൽ കുട്ടിക്ക് സ്നേഹവും പരിരക്ഷയും നൽകുന്നതോടൊപ്പം കുട്ടിയെ ശരിയായ ഏഹ്, മാർഗത്തിലൂടെ സഞ്ചരിക്കാൻ പര്യാപ്തമാക്കി എടുക്കേണ്ടത് വളരെ ചെറിയ പ്രായത്തിലാണ്. അത് പിന്നീട് ചെയ്യുക എന്ന് പറയുന്നത് അത് കുട്ടിയുമായിട്ടുള്ള ഒരു സംഘർഷത്തിലേക്കാണ് നയിക്കുക. പിന്നെ സാറേ, ഞാൻ മനസ്സിലാക്കുന്നത് തല്ലുക എന്ന് പറയുന്നത് വളരെ നല്ലൊരു പ്രക്രിയയാണെന്ന് പല അധ്യാപകരും തെറ്റായി ധരിച്ചു വെച്ചിട്ടുണ്ട്. അതാണ് പ്രശ്നം. തല്ലി ശരിയാക്കുക എന്ന് പറയുന്നത് അതൊരു ആ ഒരു ശിക്ഷാരീതി ആണ് എല്ലാത്തിനും പരിഹാരം എന്ന ധാരണയുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. അധ്യാപകർ നിർവഹിക്കേണ്ട സോഷ്യൽ എഞ്ചിനീയറിംഗിൽ നിർവഹിക്കേണ്ട ഉത്തരവാദിത്തത്തെക്കുറിച്ച് അവർക്ക് ബോധ്യമില്ലാത്തത് കൊണ്ടും അതിൽ പരാജയപ്പെടുന്നത് കൊണ്ടുമാണ് ഈ വടി എടുക്കാൻ അവർ നിർബന്ധിതരാകുന്നത്. കുട്ടികളെ സ്നേഹത്തോടെ ചേർത്ത് നിർത്തി അവരെ ശരിയായ ദിശയിലേക്ക് നയിക്കാനുള്ള അധ്യാപക പരിശീലനം അവർക്ക് ലഭ്യമാവുന്നുണ്ട്. അത് മറ്റൊരു കോഴ്സിനും സൈക്കോളജി പഠിക്കണ്ട, അധ്യാപകർക്കേ പഠിക്കേണ്ടുള്ളൂ. അത് എന്തിനാണ് BEdന്റെ കൂടെ എന്തിനാണ് പഠിക്കുന്നതെന്ന് തിരിച്ചറിയാത്ത കുറച്ചു പേരെങ്കിലും അതിനകത്തുണ്ട്. അവരാണ് ഈ വടിയുമായി മുന്നോട്ട് പോകുന്നത്. അതിപ്പോ പിന്നീട് വന്ന ഒരു വീഡിയോ എനിക്കൊരാൾ അയച്ചു തന്നിട്ടുണ്ട്. അതിൽ കുട്ടികൾക്ക് പ്രയാസമില്ലെന്നാണ് കുട്ടികൾ പറയുന്നത്. കുട്ടികൾക്ക് പ്രയാസമില്ലെങ്കിൽ ആർക്കും പ്രശ്നമില്ലല്ലോ. കുട്ടികൾ സന്തോഷകരമായ ഒരു അവസ്ഥയിൽ എല്ലാ കാര്യങ്ങളും കുട്ടികൾക്ക് ഗുണപരമാവുന്ന രീതിയിലാണ് എങ്കിൽ നമുക്ക് സന്തോഷമല്ലേ. ഈ കണ്ണൂരെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ അതിപ്പോ ഇന്ന് ഞാനും കമ്മീഷന്റെ അംഗങ്ങളും അടക്കം ഇന്ന് വിസിറ്റ് ചെയ്യുന്നുണ്ട് കുട്ടിയുടെ വീട്. അത് കമ്മീഷൻ അതിനകത്ത് സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. അത് നമുക്ക് പരിശോധിച്ചതിന് ശേഷം തുടർ നടപടികൾ എന്തായാലും കമ്മീഷന്റെ ഭാഗത്തുനിന്നുണ്ടാവും. പ്രായോഗികമാവാത്തത് കൊണ്ടല്ല, ആക്കുന്നതിന് തടസ്സങ്ങളൊന്നും ഇല്ലല്ലോ. ആവശ്യമായ നടപടികൾ സ്വീകരിക്കാമല്ലോ. ഈ ഇഷ്യൂസ് നമ്മുടെ എല്ലാ മേഖലയിലും കുറച്ച് കുട്ടികളെങ്കിലും പല രീതിയിലുള്ള ഹൈപ്പർ ആക്റ്റീവായ കുട്ടികളൊക്കെ ഉണ്ടാവും. അത്തരം കുട്ടികളെ കണ്ടെത്തി അവരുടെ ആക്ടിവിറ്റീസ് മറ്റൊരു തലത്തിലേക്ക് മാറ്റിയാലല്ലേ ആ കുട്ടികൾ ഇത്തരം സംഘർഷങ്ങളിൽ നിന്ന് മാറി നിൽക്കൂ. സ്വാഭാവികമായിട്ടുള്ളൊരു ഒരു വളരെ പേഷ്യൻ്റോടുകൂടി നമ്മൾ പെരുമാറുന്ന കുട്ടികൾ അങ്ങനെ പെരുമാറാറില്ലല്ലോ. കുറച്ച് ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും. ആ ഹൈപ്പർ ആക്ടിവിറ്റി കണ്ടെത്തി ആ കുട്ടിയെ ശരിയായ ദിശയിലേക്ക് നയിക്കണം. അത് വളരെ ചെറിയ പ്രായത്തിൽ തുടങ്ങേണ്ട ഒരു പ്രക്രിയയും കൂടിയാണ്. കുടുംബത്തിൽ നിന്ന് തന്നെ തുടങ്ങി അത് സമൂഹത്തിലേക്ക് കുട്ടി ഇറങ്ങുമ്പോഴത്തേക്ക് കുട്ടി സമൂഹത്തോട് എങ്ങനെ പെരുമാറണം എന്നുള്ളതിനെ കുറിച്ച് കുട്ടിക്ക് നല്ല ബോധ്യമുണ്ടാവാൻ അത് കുടുംബത്തിൽ നിന്ന് ആരംഭിക്കണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. അല്ല, അത് കമ്മീഷന്റെ സ്വാഭാവികമായ നടപടിക്രമം മാത്രമാണ്. ഒരു വിഷയം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ ആ കാര്യത്തിൽ എന്താണ് വിശദീകരണമെന്നും അതിന്റെ കൺസേൺഡ് ഓഫീസർ, ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറോട് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത്. അത് കമ്മീഷന്റെ സ്വാഭാവികമായ നടപടിക്രമങ്ങളാണ്. എവിടെയെങ്കിലും ഒരു ഇഷ്യൂസ് കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ അതിൽ റിപ്പോർട്ട് സമർപ്പിക്കുക. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനമാക്കി തുടർ നടപടികൾ സ്വീകരിക്കണമോ വേണ്ടിയോ എന്ന് പിന്നീട് തീരുമാനിക്കുമല്ലോ. അത് ഈ മാധ്യമ വാർത്തകൾ വിവാദമായ തുടർന്നുള്ള സ്വാഭാവിക നടപടി അല്ല, വിവാദം എന്ന് പറയുന്നതിനകത്ത് വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് കമ്മീഷന്റെ ഒരു സ്വാഭാവിക നടപടിക്രമം മാത്രമാണ്. ഏത് വിഷയം ശ്രദ്ധയിൽപ്പെട്ടാലും ഞങ്ങൾ അപ്പൊ തന്നെ ആ കാര്യത്തിൽ ഇടപെട്ടൊരു വിശദീകരണം ചോദിക്കുന്നുണ്ടല്ലോ. ആ വിശദീകരണം റിപ്പോർട്ടായിട്ട് കമ്മീഷൻ സമർപ്പിക്കുമ്പോൾ ആ റിപ്പോർട്ട് നമ്മൾ പരിശോധിക്കുമ്പോഴാണ് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് തുടർ നടപടികൾ എടുക്കാം. കുട്ടികൾ തമ്മിലുള്ള സംഘർഷങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അത് നമ്മൾ പ്രീ ഡിഗ്രി കാലത്ത് പഠിക്കുമ്പോൾ കോളേജുകളിലും ഒക്കെ സംഘർഷങ്ങൾ ഉണ്ടാവും. പിന്നെ ഞങ്ങൾ പറയുന്നത് കുട്ടികൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരേ ക്ലാസ്സിൽ തിങ്ങിയിരിക്കുമ്പോഴുണ്ടാവുന്ന ഫ്രസ്ട്രേഷൻ കുട്ടികൾക്ക് ഉണ്ടാവും. അത് കുറക്കാനുള്ള നടപടികൾ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടാവേണ്ടത്. ഏതൊക്കെ തരത്തിൽ കുട്ടികളുടെ മാനസിക പ്രശ്നങ്ങൾ, അവരുടെ സ്ട്രെസ്, ഇതൊക്കെ കുറക്കാൻ ആവശ്യമായ നടപടികൾ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടാവുന്നത്. ഞങ്ങളത് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് അഡോളസന്റ് ഏജിലുള്ള കുട്ടികൾ എന്തൊക്കെയാണ് അവരുടെ മാനസികമായിട്ടുള്ള വ്യാപാരങ്ങൾ എന്നുള്ളതിനെ കുറിച്ച് വളരെ സങ്കീർണമായ ഒരു പ്രശ്നമാണത്. നമ്മളത് കുട്ടികൾ തമ്മിലുള്ളൊരു ഒരു സംഘർഷമായിട്ട് അതിനെ ചുരുക്കിക്കാണേണ്ടത്. കാരണം അഡോളസന്റ് ഏജിൽ കുട്ടികൾക്ക് ഉണ്ടാവുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളെ നമ്മൾ അഡ്രസ് ചെയ്തേ മതിയാവും. അങ്ങനെ വരുമ്പോഴാണ് കുറച്ചുകൂടെ അവരുടെ ഈ കാര്യങ്ങളിൽ കൃത്യമായ ഒരു പ്ലാൻ നമ്മൾ തയ്യാറാക്കി മുന്നോട്ട് പോകണം എന്ന് ഞങ്ങൾ കരുതുന്നു. തീർച്ചയായും ഞങ്ങൾ പലപ്പോഴും കൊടുത്ത നിർദ്ദേശങ്ങൾ തന്നെയുണ്ട്.
അതുപോലെ തന്നെ പിന്നെ കുറച്ച് മുൻപ് തയ്യാറാക്കിയ ഒരു പ്രോജക്റ്റ് ഉണ്ട് ഇത്തരം സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിന് വേണ്ടി. ഇപ്പൊ നമ്മൾ താമരശ്ശേരി ആ വിഷയത്തിലടക്കം ഞങ്ങൾ സ്കൂളുകൾ പിന്നെ അധ്യാപകർക്ക് കൊടുത്ത ട്രെയിനിങ്ങിലടക്കം കുട്ടികളുടെ മാനസിക സംഘർഷങ്ങൾ എങ്ങനെ ഉണ്ടാവുന്നു എന്നതിനെ കുറിച്ച് കൃത്യമായി പഠിച്ച് പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യണമെന്നാണ് പറയുന്നത്. അതിന് ഇപ്പോഴും തുടങ്ങിയത് കൊണ്ട് കാര്യമില്ല. +2 എത്തിയ ഒരു കുട്ടിയെ നമ്മൾ കറക്റ്റ് ചെയ്യാൻ എത്രത്തോളം പ്രയാസമുണ്ട്. അതേസമയം നമ്മൾ പറയുന്നത് കുട്ടികളുടെ പ്രശ്നങ്ങൾ വളരെ ഏർലി സ്റ്റേജിൽ ഡിറ്റക്ട് ചെയ്യാനും അത് പരിഹരിക്കാനുമുള്ള സംവിധാനങ്ങൾ നമ്മുടെ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാവും.